ഫ്രീകാസ് കൺട്രോൾ ചാനലിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. ഫ്രീക്വൻസി കറക്ഷൻ ചാനലും സിങ്ക്രണൈസേഷൻ ചാനലും. അവ തമ്മിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രീക്വൻസി കറക്ഷൻ ചാനൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബേസ് സ്റ്റേഷനിൽ ഒരു പലതരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസ് സ്റ്റേഷൻസ് ഉണ്ടാവും. ഓരോ ബേസ് സ്റ്റേഷൻസിൻ്റെ ഫ്രീക്വൻസീസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ കറൻ്റ്ലി ഏത് ബേസ് സ്റ്റേഷനാണോ മൊബൈലിനെ സെർവ് ചെയ്യുന്നത്, അപ്പം ആ രണ്ട് ഫ്രീക്വൻസിയും സിങ്ക്രണൈസ് ചെയ്തിരിക്കണം. ആദ്യം നടക്കുന്ന പ്രോസസ്സായിരിക്കും. അപ്പോൾ കൺട്രോൾ ഇൻഫർമേഷൻ്റെ ആദ്യം നടക്കുന്ന ഇൻഫർമേഷൻ എന്തായിരിക്കും? ആദ്യം തന്നെ ചെയ്യുക, ഏത് ബേസ് സ്റ്റേഷനാണോ സേവ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയും മൊബൈലിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആക്കാൻ വേണ്ടി മൊബൈൽ സ്റ്റേഷനിലെ ലോക്കൽ ഓസിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സെർവ് ചെയ്യുന്ന ബേസ് സ്റ്റേഷൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് സിങ്ക്രണൈസേഷൻ നടത്തും. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്രീക്വൻസി കറക്ഷൻ ചാനൽ. ഇവിടെ എന്താണ് സിങ്ക്രണൈസ് ചെയ്യുന്നത്? മൊബൈലിൻ്റെയും ബേസ് സ്റ്റേഷൻ്റെയും ഫ്രീക്വൻസിയാണ് സിങ്ക്രണൈസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഫ്രീക്വൻസി കറക്ഷൻ ചാനൽ. ഡാറ്റ ഫ്ലോ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ബേസ് സ്റ്റേഷനാണ് മൊബൈൽ സ്റ്റേഷനെ അലേർട്ട് ചെയ്യുന്നത്. സെർവ് ചെയ്യുന്ന ബേസ് സ്റ്റേഷൻ്റെ ഫ്രീക്വൻസി ഇതാണ് എന്ന് അലേർട്ട് ചെയ്യുന്നത് ആരാണ്? ബേസ് സ്റ്റേഷനാണ്. സോ ഡയറക്ഷൻ എങ്ങനെയാണ്? ബേസ് സ്റ്റേഷൻ ടു മൊബൈൽ സ്റ്റേഷനാണ്. ഓക്കെ, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫ്രീക്വൻസി കറക്ഷൻ ചാനലിൻ്റെ പർപ്പസ് എന്താണ്? സിങ്ക്രണൈസ് ദ ഫ്രീക്വൻസി. അപ്പോൾ സിങ്ക്രണൈസേഷൻ ചാനൽ പിന്നെ എന്തിനാണ്? സിങ്ക്രണൈസേഷൻ ചാനൽ ചെയ്യുന്നത്, ഇപ്പം എന്ത് മനസ്സിലായി? ഏത് ബേസ് സ്റ്റേഷനാണ് സെർവ് ചെയ്യുന്നത് മനസ്സിലായി. ഇനി അത് രണ്ടും തമ്മിൽ ടൈം സിങ്ക്രണൈസ് ചെയ്യാൻ ഏത് ഫ്രെയിമാണ് കറൻ്റ്ലി അതിനെ റൺ ചെയ്യുന്നത്, അത് രണ്ടും തമ്മിലുള്ള സിങ്ക്രണൈസേഷൻ. ആദ്യം ഈ സിങ്ക്രണൈസേഷൻ പ്രോസസ്സ് നടന്നതിന് ശേഷം മാത്രമേ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് എന്ത് ട്രാഫിക്കാണോ അത് വരാൻ പാടുള്ളൂ. ആദ്യം എന്ത് സംഭവിക്കണം? കംപ്ലീറ്റ് ആയൊരു സിങ്ക്രണൈസേഷൻ വരണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പുകൾ. സോ സിങ്ക്രണൈസേഷൻ ചാനൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടൈമും ഫ്രെയിം നമ്പറും തമ്മിൽ അസൈൻ ചെയ്യാൻ, സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിങ്ക്രണൈസേഷൻ ചാനൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, TDMAയിൽ ഫ്രെയിമുകളില്ലേ, TDMA A ടൈം സ്ലോട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള സിങ്ക്രണൈസേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അപ്പോൾ ഇതിൻ്റെതും അതേ ഡയറക്ഷൻ, അതേപോലെ ബേസ് സ്റ്റേഷൻ ടു മൊബൈൽ സ്റ്റേഷൻ തന്നെയാണ് ഡയറക്ഷൻ വരുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടേബിൾ നോക്കി കഴിഞ്ഞാൽ FCCH എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കറക്ഷൻ ചാനൽ, മറ്റേത് സിങ്ക്രണൈസേഷൻ ചാനൽ. FCCH ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി സിങ്ക്രണൈസേഷന്, മറ്റേത് ടൈം സിങ്ക്രണൈസേഷൻ, പിന്നെ സെൽ ഐഡൻറ്റിഫിക്കേഷൻ, ഏത് സെല്ലാണ് ഇത് തമ്മിലാണ് എന്നുള്ളതിന് വേണ്ടി. ഇനി ഇവിടെ FCCHന് അൺമോഡുലേറ്റഡ് സിഗ്നലാണ്, ഒരു ഫ്രീക്വൻസി ബേഴ്സ്റ്റാണ്, അൺമോഡുലേറ്റഡ് ആയ ഒരു ഫ്രീക്വൻസി ബേഴ്സ്റ്റാണ് FCCHൽ പോകുന്നത്. ടൈം സിങ്ക്രണൈസേഷനിൽ വരുന്നത്, ഇവിടെ സിങ്ക്രണൈസേഷൻ ചാനൽ വരുന്നത് മോഡുലേറ്റഡ് ആണ്, ഡാറ്റ ബേഴ്സ്റ്റ് ആണ്. അവിടെ എന്താ? ഇവിടെ ഒരു ഡാറ്റ കൂടി പോകുന്നുണ്ട്. ഏത് ഫ്രെയിം നമ്പറാണ്, ഏത് ബേസ് സ്റ്റേഷനാണ് സേവ് ചെയ്യുന്നത്, ഏത് അതിൻ്റെ നമ്പറും പോകണം. ഏത് ബേസ് സ്റ്റേഷനാണ് പോകുന്നത്, ഏത് ഫ്രെയിം നമ്പറാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡാറ്റ ബേഴ്സ്റ്റാണ് സിങ്ക്രണൈസേഷൻ ചാനലിൽ പോകുന്നത്. ഒരു ഡാറ്റ ബേഴ്സ്റ്റാണ് സിങ്ക്രണൈസേഷൻ ചാനൽ, ഒരു മോഡുലേറ്റഡ് ഡാറ്റ ബേഴ്സ്. ഈ ഫ്രീക്വൻസി സിങ്ക്രണൈസേഷനിലെ നോ ഡാറ്റ, ഫ്രീക്വൻസി ഓൺലി ഫ്രീക്വൻസി ടോൺ, ഈ ബേസ് സ്റ്റേഷൻ്റെ ഫ്രീക്വൻസി ടോൺ മാത്രം അൺമോഡുലേറ്റഡ് ആയ ഒരു ഫ്രീക്വൻസി ബേഴ്സ്റ്റാണ് FCCHൽ പോകുന്നത്. SCCHൽ പോകുന്നത് ഫ്രെയിം നമ്പറും പിന്നെ ബേസ് സ്റ്റേഷൻ ഐഡൻറ്റിഫിക്കേഷൻ കോഡും അതുമാണ് പോകുന്നത്. സോ അവിടെ ഒരു ഡാറ്റ ബേഴ്സ്റ്റ് മോഡുലേറ്റഡ് ആണ് പോകുന്നത്. രണ്ടിൻ്റെയും ട്രാൻസ്മിഷൻ ഡയറക്ഷൻ സെയിം ആണ്, ബേസ് സ്റ്റേഷൻ ടു മൊബൈൽ സ്റ്റേഷനാണ്. ആദ്യം ഡീകോഡ് ചെയ്യുന്നത് ആരാണ്? ഫസ്റ്റ് ഫ്രീക്വൻസി സിങ്ക്രണൈസേഷൻ കറക്ഷൻ ആണ്. ഫ്രീക്വൻസി കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് SCCH സംഭവിക്കുന്നത്. ഓക്കെ, പർപ്പസ് എന്താണ്? അലൈൻസ് ഫ്രീക്വൻസി. ഇവിടെ അലൈൻ ടൈം ആൻഡ് ഐഡൻറ്റിഫൈ സെൽ. ആ ടൈമും ഏത് ഫ്രെയിമാണ് ഏത് സെല്ലാണ് എന്ന് ഐഡൻറ്റിഫിക്കേഷനും കൂടിയാണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ.